ഘട്ടത്തിൽ നമ്മുടെ മനുഷ്യർ ഏറ്റവും കൂടുതൽ സഫർ ചെയ്യുന്നത് ഏതൊരു കാര്യത്തിനാണെന്നറിയാമോ? റിലേഷൻഷിപ്പിലെ അപാകതകളാണ്. സാമ്പത്തികമായിട്ടുള്ള ഇഷ്യൂസോ അല്ലെന്നുണ്ടെങ്കിൽ സ്പിരിച്വൽ പരമായിട്ടോ നമ്മളുടെ ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങളെക്കാളൊക്കെ കൂടുതൽ മനുഷ്യവംശം ഏറ്റവും കൂടുതൽ സഫർ ചെയ്യുന്നത് റിലേഷൻഷിപ്പിലുള്ള പ്രോബ്ലംസാണ്. അപ്പോൾ അത് ഏത് തരം ബന്ധമായിക്കോട്ടെ, അതിപ്പോൾ ഏത് തരം ബന്ധമായാലും നിങ്ങൾ നോക്കിക്കോളൂ. ഹസ്ബൻഡ് ആൻഡ് വൈഫ് അല്ലെന്നുണ്ടെങ്കിൽ കപ്പിൾസിനിടയിലുള്ള പ്രശ്നങ്ങൾ, ഫ്രണ്ട്ഷിപ്പിനിടയിലുള്ള പ്രശ്നങ്ങൾ, അച്ഛനും അമ്മയും മക്കളും തമ്മിലുള്ള പ്രശ്നങ്ങൾ, ഏത് തരം ബന്ധങ്ങളിലും ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്നത് റിലേഷൻഷിപ്പിലുള്ള അസ്വാരസ്യങ്ങൾ തന്നെയാണ്. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ പറയാൻ പോകുന്നത് ഒരു കപ്പിൾസിനിടയിൽ അല്ലെങ്കിൽ ഒരു ഹസ്ബൻഡ് ആൻഡ് വൈഫിനിടയിൽ ഉണ്ടാകുന്ന അകൽച്ച, അല്ലെങ്കിൽ അത് ചിലപ്പോഴൊക്കെ ഡൈവോഴ്സിൽ വരെ എത്തി നിൽക്കാനുള്ള മെയിൻ കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അതിൽ 5 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റീസൺസ് ഉണ്ട്. ഒരുപാട് കാരണങ്ങൾ നിങ്ങൾക്ക് വേണമെങ്കിൽ കണ്ടുപിടിക്കാം, പക്ഷേ സമയത്തിൻ്റെ പരിമിതി കൊണ്ട് ഞാൻ അതിലേക്കൊന്നും കടക്കുന്നില്ല. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 5 കാര്യങ്ങളിലേക്ക് നിങ്ങളെ ഞാൻ കൂട്ടിക്കൊണ്ടു പോകാം. അതിൽ ഒന്നാമതായിട്ട് നിൽക്കുന്നത് പരസ്പരം മനസ്സിലാക്കാൻ സാധിക്കാതെ വരുന്ന അവസ്ഥകളാണ്. അതെന്താണെന്ന് ചോദിച്ചാൽ ഈ സ്ത്രീയും പുരുഷനും കടന്നു വരുന്ന സാഹചര്യങ്ങൾ. ചുട്ടയിലെ ശീലം ചുടല വരെ എന്ന് പറയുന്നത് പോലെ നമ്മൾ നമ്മുടെ വീട്ടിൽ നിന്ന് നമുക്ക് കിട്ടുന്ന അറ്റ്മോസ്ഫിയർ, അവരുടെ അച്ഛനും അമ്മയും തമ്മിലുള്ള ഇഴയടുപ്പം, അല്ലെങ്കിൽ ബഹുമാനം, സ്നേഹം, കരുതൽ, ഞാൻ നീ എന്നുള്ള അവസ്ഥകൾക്കപ്പുറം നമ്മൾ ഒന്നാണെന്ന് കണ്ടുവരുന്ന കുട്ടികൾ ഒരിക്കലും അവൻ്റെയോ അവളുടെയോ ലൈഫിൽ, മാരേജ് ലൈഫിൽ ഒരിക്കലും അവരത്രയും വേർതിരിവുകൾ കാണിക്കാൻ സാധ്യത കുറവാണ്. നമുക്കെല്ലാവർക്കും തന്നെ ആന്തരികമായിട്ടുള്ള ഒരുപാട് മുറിവുകളുണ്ടല്ലേ. അത് നമ്മൾ ജനിച്ചു വീണ സമയം തൊട്ട് ഇന്നിപ്പോൾ എത്തി നിൽക്കുന്ന ഏതൊരു അവസ്ഥ വരെയും അത് നമ്മളെ ഫോളോ ചെയ്തുകൊണ്ടേയിരിക്കും. ചിലപ്പോൾ അത് മാതാപിതാക്കളുടെ ഭാഗത്തു നിന്ന് വന്ന വീഴ്ചകളാവാം, അല്ലെങ്കിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന അധ്യാപകരുടെ സൈഡിൽ നിന്നുണ്ടായ വീഴ്ചകളാവാം, അല്ലെങ്കിൽ കസിൻസിൻ്റെ സൈഡിൽ നിന്നോ എവിടുന്നോ ആവാം, നമ്മുടെ ബന്ധുക്കളുടെ സൈഡിൽ നിന്നോ, മുത്തശ്ശിമാരുടെ സൈഡിൽ നിന്നോ, അല്ലെങ്കിൽ അയൽക്കാരുടെ സൈഡിൽ നിന്നോ, അല്ലെങ്കിൽ ഇത്രയും നാളും നമ്മൾ വന്ന സാഹചര്യങ്ങൾ, പലതരം സാഹചര്യങ്ങൾ കടന്നു വന്നാലേ നമ്മളിവിടെ വരെ എത്തിയിരിക്കുന്നത്. അപ്പോൾ ജാതിയുടെ, മതത്തിൻ്റെയോ വർഗത്തിൻ്റെയോ അല്ലെങ്കിൽ കളറിൻ്റെയോ ഒക്കെ പേര് നമ്മളെ മാറ്റി നിർത്തിയിട്ടുണ്ടാവാം പല സാഹചര്യങ്ങളിലൂടെ അല്ലേ. അല്ലെങ്കിൽ നമ്മുടെ ഫിസിക്കിൻ്റെ ബോഡി സ്ട്രക്ചർ വെച്ചിട്ട് നമ്മളെ ചിലപ്പോൾ നമ്മൾ കളിയാക്കപ്പെട്ടിട്ടുണ്ടാവാം. അത് ഏത് തരം മുറിവുകളാണെങ്കിലും അത്തരം മുറിവുകൾ ഇതിൻ്റെയൊക്കെ ഒരു പുറകിൽ നിൽക്കുന്ന കാരണങ്ങളാണ്. അപ്പോൾ ഈ 2 സാഹചര്യങ്ങളിൽ കൂടെയും കടന്നു വരുന്നവർക്ക് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് പേഴ്സണാലിറ്റി ആയിരിക്കാം ഉണ്ടാവുക. ഈ ആദ്യമൊക്കെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് കുറച്ചൊക്കെ പോകാൻ സാധ്യതയുണ്ട്. കുറേ വർഷങ്ങൾ അങ്ങനെ തന്നെ ആ ഒരു ഫ്ലോയിലൊക്കെ പോകും. പക്ഷേ പോകെ അത് ഒരിക്കലും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള അവസ്ഥകൾ വരികയും അത് കാലക്രമേണ ഒരു ഡൈവോഴ്സിൽ ചെന്നെത്തുകയും ചെയ്യുന്നതായിട്ട് കാണാം. ഇനി രണ്ടാമത്തെ റീസൺ എന്ന് ഞാൻ പറയാൻ പോകുന്നത് ട്രസ്റ്റ് ഇഷ്യൂസാണ്. പണ്ടത്തെ കാലത്തേക്കാളും ഇന്നത്തെ കാലത്ത് ട്രസ്റ്റ് ഇഷ്യൂസ് ഒരു വലിയൊരു ഫാക്ടർ തന്നെയാണ്. പണ്ടും വിശ്വാസമില്ലായ്മ, അതിൽ ചതിക്കപ്പെടുന്ന അവസ്ഥകൾ ഉണ്ടായിരുന്നു. പക്ഷേ അത് കണ്ടുപിടിക്കപ്പെടാനുള്ള സാഹചര്യങ്ങളും അന്നത്തെ കാലത്ത് കുറവായിരുന്നു. അഥവാ ഇനി കണ്ടുപിടിച്ചാൽ തന്നെ അത് അഡ്ജസ്റ്റ് ചെയ്ത്, മക്കൾക്ക് വേണ്ടി അഡ്ജസ്റ്റ് ചെയ്ത്, കുടുംബത്തിന് വേണ്ടി അഡ്ജസ്റ്റ് ചെയ്ത് പരസ്പരം മുന്നോട്ട് പോകാറാണ് പതിവ്. പക്ഷേ കാലം മാറി പക്ഷേ ഇന്ന് അതല്ലല്ലോ അവസ്ഥ. ഓരോരുത്തരും, സ്ത്രീ ആയാലും പുരുഷനായാലും എല്ലാവരും തന്നെ ഹൈലി എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള പീപ്പിളാണ്. അതുമാത്രമല്ല, അവർക്ക് സ്വന്തമായിട്ട് ജോബുണ്ട്, വരുമാനമുണ്ട്. എല്ലാവർക്കും തന്നെ അവനവൻ്റെ കാലിൽ ഉറച്ചു നിൽക്കാൻ ഉള്ള സാഹചര്യങ്ങളിലൂടെയാണ് ഇന്ന് നമ്മൾ കടന്നു പോകുന്നത്. അപ്പോൾ ഒന്നിൻ്റെയും പേരിൽ ആരും ഒരു കോംപ്രമൈസിന് തയ്യാറല്ല എന്നുള്ളതാണ് വാസ്തവം. വിശ്വാസം എന്ന് പറയുന്നത് ഒരു തവണ നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞാൽ പിന്നെ അവർ മരിച്ചാൽ പോലും, ഇനിയിപ്പം പങ്കാളി നമ്മളെ ചതിക്കുന്നില്ല എങ്കിൽ കൂടിയും ഒരു തവണ നിങ്ങളുടെ വിശ്വാസം നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് അയാളുടെ മരണം വരെയും അത് പിന്തുടരും എന്നുള്ളതാണ് വാസ്തവം. അതുകൊണ്ട് ബന്ധങ്ങളിലെ വിശ്വാസവും കെട്ടുറപ്പും നഷ്ടപ്പെടാതെ സൂക്ഷിക്കുക. മൂന്നാമതായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് ഫിനാൻഷ്യൽ ഇഷ്യൂസാണ്. ഒരു ബന്ധം മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്ക് ഒരുപാട് പൈസ വേണം എന്നുള്ളതാണ് വാസ്തവം. കല്യാണം കഴിച്ചതോടുകൂടി
നമ്മുടെ റെസ്പോൺസിബിലിറ്റീസ് വർദ്ധിക്കുകയാണ്. ഇപ്പോൾ കുഞ്ഞുങ്ങളും കൂടെ ഉണ്ടെങ്കിൽ പറയുകയും വേണ്ട. കുഞ്ഞുങ്ങളുടെ കാര്യങ്ങൾ നോക്കണം, വീട്ടിലിരിക്കുന്ന അച്ഛൻ്റെ അമ്മയുടെയും കാര്യങ്ങൾ നോക്കണം, സ്വന്തം കാര്യങ്ങൾ നോക്കണം, പങ്കാളിയുടെ കാര്യങ്ങൾ നോക്കണം. ഇതെല്ലാം വരുമ്പോൾ ഇപ്പം സ്ത്രീക്കായിക്കോട്ടെ പുരുഷനായിക്കോട്ടെ രണ്ടുപേർക്കും സെയിം ഉത്തരവാദിത്തങ്ങളാണല്ലോ. അഥവാ ഇനി ഒരാൾ മാത്രമേ ഏൺ ചെയ്യുന്നുണ്ടെങ്കിൽ ആ വ്യക്തിക്ക് ഡബിൾ ഭാരമാണ്. എങ്കിൽ കൂടിയും ഇത്തരം കാര്യങ്ങൾ നയപരമായിട്ട് അല്ലെങ്കിൽ ഇരുന്ന് സംസാരിച്ച് സോൾവ് ചെയ്ത് പോകാവുന്നതേ ഉള്ളൂ. പലപ്പോഴും സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ഈ സാമ്പത്തികമായിട്ടുള്ള ഇഷ്യൂസ് കൂടി വരുമ്പോൾ അത് ബന്ധങ്ങളിൽ വിള്ളലുകൾ ഉണ്ടാക്കാറാണ് പതിവ്. അതിനെ തുടക്കത്തിൽ തന്നെ സംസാരിച്ച് കോംപ്രമൈസ് ആക്കിക്കൊണ്ട് പോയില്ല എന്നുണ്ടെങ്കിൽ ഇത് കൂടുതൽ ഡിപ്രഷനിലേക്ക് വരാം. അപ്പോൾ പിന്നീടുണ്ടാവുന്നത് ഡിപ്രഷനിൽ നിന്നും അത് അഡിഷൻസിലേക്ക്, പലതരം അഡിഷൻസിലേക്ക് മാറാം. പിന്നെ കുടുംബജീവിതം പിന്നെ നോക്കുകയേ വേണ്ട. ഇനി നാലാമതായിട്ട് നിൽക്കുന്നത് മാതാപിതാക്കളുടെ ഓവറായിട്ടുള്ള കെയറിങ്ങും പ്രൊട്ടക്ഷനുമാണ്. നമുക്കെപ്പോഴും നമ്മുടെ കുട്ടികൾ അല്ലേ 90 വയസ്സായാലും 100 വയസ്സായാലും ഒരു 5ാം ക്ലാസ്സുകാരനെ പോലെയോ അല്ലെങ്കിൽ ഒരു കൈക്കുഞ്ഞിനെ പോലെയോ ഒക്കെ ആയിരിക്കും ആ അച്ഛനും അമ്മയ്ക്കും. അത്രയും അവർ കെയർ ചെയ്യുകയും അല്ലെങ്കിൽ ഉപദേശങ്ങളൊക്കെ കൊടുത്ത് ഒരു വഴിക്കാക്കുക എന്ന് പറയാറില്ലേ. പലപ്പോഴും കണ്ടിട്ടുള്ളത് കല്യാണം കഴിഞ്ഞു കഴിഞ്ഞാലും അവർക്കിനി സ്വതന്ത്രമായിട്ടൊരു ജീവിതമുണ്ടെന്നും സ്വന്തം നിലപാടുകളും സ്വന്തം ഇഷ്ടങ്ങളും സ്വന്തം ആഗ്രഹങ്ങളും അവർ ചെയ്തു കൊള്ളട്ടെ എന്നുള്ള മെൻറ്റാലിറ്റി പല ഇൻലോസുകളും അല്ലെങ്കിൽ അച്ഛനും അമ്മമാരും കാണിക്കാറില്ല. കാരണം എന്താണെന്ന് ചോദിച്ചാൽ അവരുടെ സ്നേഹം കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ ഓവർ കൺട്രോളിങ് പലപ്പോഴും ബന്ധങ്ങളിൽ വിള്ളലുകൾ ഉണ്ടാക്കും എന്ന് ദയവ് ചെയ്ത് എല്ലാവരും മനസ്സിലാക്കുക. അതെങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ പിന്നെ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ അവർ വേറൊരു ഫാമിലിയാണ്. അവർക്ക് അവരുടേതായ ഒരുപാട് കാര്യങ്ങളുണ്ടാവാം, ജോലിപരമായിട്ടുള്ള കാര്യങ്ങളുണ്ടാവാം, പേഴ്സണൽ പരമായിട്ടുള്ള കാര്യങ്ങളുണ്ടാവാം. അപ്പോൾ ഇവിടെ മനസ്സിലാക്കേണ്ടതായിട്ടുള്ള കാര്യം മക്കൾക്ക് അവരുടെ ജീവിതം വിട്ടുകൊടുക്കുക എന്നുള്ളത് മാത്രമാണ്. എല്ലാവരും തന്നെ ഒരു പ്രായം കഴിഞ്ഞാൽ മെച്ചൂർഡാവും അല്ലേ. നമുക്ക് പുറത്തിരുന്ന് അല്ലെങ്കിൽ പുറത്തെ കോട്ടിലിരുന്ന് കാര്യങ്ങളൊക്കെ കാണാനും അതുപോലെ തന്നെ ആവശ്യമുള്ള സന്ദർഭങ്ങളിൽ ഉപദേശങ്ങളൊക്കെ കൊടുക്കാം. പക്ഷേ അത് അമിതമാകാതിരിക്കാൻ എല്ലാവരും തന്നെ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ഈ ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആയിക്കോട്ടെ അവരും ഈ ഓവറായിട്ട് പേരൻസിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന രീതി ഒഴിവാക്കണം. എല്ലാവർക്കും അവരുടേതായ ജീവിതമുണ്ട്. ആ ജീവിതത്തിനെ സ്വന്തമായി ചിന്തിച്ച് അതിനെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ബാധ്യത ഇരു കൂട്ടർക്കും ഉണ്ടെന്ന് മനസ്സിലാക്കുക. അതിനകത്ത് മറ്റൊരാളെ അനാവശ്യമായിട്ട് കൈകടത്തിക്കൊണ്ടുവരാൻ അല്ലെങ്കിൽ അനാവശ്യമായിട്ട് കൊണ്ടുവന്നു കഴിഞ്ഞാൽ പിന്നീട് ഒത്തിരി കോൺസിക്വൻസസ് അനുഭവിക്കേണ്ടതായിട്ട് വരും. ഇനി നമ്മുടെ തന്നെ ഈ അഡിഷൻസ് എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ മദ്യപാനം, പുകവലി അല്ലെങ്കിൽ മൊബൈൽ ഫോൺ അഡിഷൻസ് ഉണ്ടാവാം. പിന്നെ ചിലർക്ക് പൈസ വെച്ചിട്ടുള്ള പലതരം ഗെയിംസ് കളിക്കുന്നതാവാം അഡിഷൻസ്. ചിലർക്ക് കൂട്ടുകെട്ടുകളൊരു വീക്ക്നെസ് തന്നെയാണ്. പലപ്പോഴും കേട്ടിട്ടുണ്ട് ചില പങ്കാളികൾ ഓഫീസിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ ഉടനെ വണ്ടി എടുത്തുകൊണ്ട് അങ്ങ് പോവുകയാണ്. കൂട്ടുകാരുടെ കൂടെയൊക്കെ സന്തോഷിച്ച് ചിരിച്ച് കളിച്ച് ഏതെങ്കിലും ഒരു സമയത്തായിരിക്കും വീട്ടിൽ കയറി വരുന്നത്. ഈ കൂട്ടുകൂടലും അല്ലെന്നുണ്ടെങ്കിൽ ഈ മദ്യപാനം അങ്ങനത്തെ കാര്യങ്ങളൊന്നും വേണ്ട എന്ന് ആരും ഇവിടെ പറയുന്നില്ല. പക്ഷേ അതിന് നിങ്ങളൊരു കൺട്രോളിങ് വരുത്തുന്നില്ല എങ്കിൽ അതിൻ്റെ മേലെ അത് നിങ്ങളെ സ്വാധീനിക്കാൻ ഇടവരുത്തരുത്. നിങ്ങൾക്ക് അതിൻ്റെ മേലെ കൺട്രോൾ ചെയ്യാൻ നിങ്ങൾക്ക് പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾ വിജയിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. എല്ലാം ഒരു പരിധി വിട്ട് പോകുന്നത് ലൈഫിന് നല്ലതല്ല. അത് ബന്ധങ്ങളെ ബാധിച്ചു തുടങ്ങുന്നത് ചിലപ്പോൾ നമ്മൾക്ക് അറിയാൻ സാധിക്കത്തില്ല. ഒരു ഘട്ടം എത്തിക്കഴിഞ്ഞതിന് ശേഷം പിന്നെ നമുക്ക് തിരിച്ചു കൊണ്ടുവരാനും പ്രയാസമാണ്. സോ ഏതെങ്കിലും തരത്തിലുള്ള നമുക്ക് ഒഴിവാക്കാൻ പറ്റാത്ത അല്ലെങ്കിൽ അത് അത്തരം സാഹചര്യങ്ങൾ നിങ്ങളെ ഭരിക്കുന്നുണ്ടെങ്കിൽ, പലതരം അഡിഷൻസാണ് കേട്ടോ ഞാൻ പറയുന്നത്. ഈ അഡിഷൻസൊക്കെ നിങ്ങളെ ഭരിച്ചു തുടങ്ങിയിട്ടുണ്ട്, നിങ്ങൾക്കതിനെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായും അതിനെ നിങ്ങൾ കൺട്രോൾ ചെയ്ത് പോവുകയാണ്. ഇതിനൊരു പോംവഴി വേറെ ഇല്ല. അതായിട്ട് നിൽക്കുന്ന കാര്യം നമ്മുടെ തന്നെ ചില ദുസ്വഭാവങ്ങളാണ്. ഇതൊക്കെ നിർത്താൻ വേണ്ടി കുറേ മരുന്നുകൾ വാരി കഴിച്ചുകൊണ്ടോ അല്ലെങ്കിൽ കുറച്ച് പരസ്യങ്ങൾ കണ്ടിട്ട് ഏതെങ്കിലും പ്രൊഡക്റ്റുകളൊക്കെ സ്വന്തമായിട്ട് പരീക്ഷിച്ചത് കൊണ്ടൊന്നും ഇത്തരം ദുശീലങ്ങൾ മാറാൻ പോകുന്നില്ല. അതിന് നമുക്ക് വേണ്ടുന്നത് സെൽഫായിട്ടുള്ള കോൺഫിഡൻസാണ് വേണ്ടുന്നത്. ഇത്തരം കാര്യങ്ങൾ എൻ്റെ ലൈഫിൽ നല്ലതല്ല, ഇത് ഞാൻ ഉപേക്ഷിച്ചേ മതിയാവുള്ളൂ, അല്ലെങ്കിൽ നാളെ എനിക്കൊരു ജീവിതം ഉണ്ടാവത്തില്ല
എൻ്റെ പങ്കാളിയും അതുപോലെ തന്നെ എൻ്റെ മക്കളും എന്നെ നഷ്ടപ്പെട്ടു പോകും, അല്ലെങ്കിൽ എൻ്റെ പേരൻസ് പോലും എന്നെ വെറുക്കപ്പെടുന്ന ഒരു സാഹചര്യം ജീവിതത്തിൽ ഉണ്ടാകുമെന്ന് മനസ്സിലാക്കുമ്പോൾ നിങ്ങൾ ഇത്തരം കാര്യങ്ങളിൽ നിന്ന് ഡെഫിനറ്റ്ലി മാറാൻ ശ്രമിക്കും അല്ലേ? അപ്പോൾ എനിക്ക് പറഞ്ഞു തരാനുള്ളത്, ജീവിതം ഒന്നേ ഉള്ളൂ. നമ്മൾ കല്യാണമെന്ന് പറയുന്നത് പലരും പറയാറുണ്ട്, കല്യാണം എന്തിനാണ് കഴിക്കുന്നത്, അതൊരു കെണിയല്ലേ, പെട്ടുപോയി കഴിഞ്ഞാൽ പിന്നെ അതിൽ നിന്നൊന്നും രക്ഷപ്പെട്ട് വരാൻ പറ്റത്തില്ല എന്ന് പറയാറുണ്ട്. അങ്ങനെയൊന്നുമില്ല. നമ്മുടെ ജീവിതത്തിൽ നമ്മളെ സ്നേഹിക്കാനും കരുതാനും, നമ്മൾ വയ്യാതെ കിടക്കുമ്പോൾ ഒരു ഗ്ലാസ് വെള്ളം എടുത്ത് തരാനെങ്കിലുമൊക്കെ ആരെങ്കിലും വേണ്ടേ? വേണം. അപ്പോൾ ഇത്തരം കാര്യങ്ങളിലൊക്കെ ഒരു മിതവ്യയം അല്ലെന്നുണ്ടെങ്കിൽ ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ പല ജീവിതങ്ങളും നമുക്ക് തിരിച്ചു കൊണ്ടുവരാവുന്നതേ ഉള്ളൂ. ഈ വീഡിയോ മൂലം നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള ഇൻഫോർമേഷൻസൊക്കെ കിട്ടിയിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഈ വീഡിയോ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനൊന്നും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും ഇത്തരം വീഡിയോകളൊക്കെ ആയിട്ട് വരാൻ വേണ്ടി ശ്രമിക്കാം. അപ്പോൾ എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം. പിന്നെ ഒരു കാര്യം കൂടെ പറയട്ടെ, ഏതെങ്കിലും തരത്തിലുള്ള ഗൈഡൻസുകളോ ഹീലിംഗ് സെക്ഷൻസോ കൗൺസിലിംഗ് സംബന്ധമായിട്ടുള്ള എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയണം എന്നുണ്ടെങ്കിൽ ഈ താഴെ കാണുന്ന നമ്പറിൽ തന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം.